കേരള സ്റ്റോറി ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യുന്നത് എന്തിനാണ് ഇത്ര വേവലാതി? വിലക്കണമെന്ന് പറയുന്നവർ അഭിപ്രായങ്ങളെ ഭയക്കുന്നവർ. മാധ്യമങ്ങളിലൂടെയും കലയിലൂടെയും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ രാജ്യത്ത് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടെന്ന് NDA സ്ഥാനാർത്ഥി V. മുരളീധരൻ. ചലച്ചിത്രം എന്നത് സമൂഹത്തിൽ നടക്കുന്ന വിവിധ സംഭവങ്ങളെ പറ്റിയുള്ള കലാകാരന്റെ വീക്ഷണമാണെന്നും V. മുരളീധരൻ പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് കേരള സ്റ്റോറി പ്രദർശനം ഇത്ര വിവാദമാകുന്നത്? കോടതിയിൽ കേരള സ്റ്റോറിയെ സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തിയതിനു ശേഷമാണ് പ്രദർശനത്തിനെത്തിയത്. തിയേറ്ററിൽ പ്രദർശിപ്പിച്ച സിനിമ ദൂരദർശൻ സംപ്രേഷണം ചെയ്യുന്നതിൽ എന്തിനാണ് ഇത്ര വേവലാതിപ്പെടുന്നത്? സിനിമയിൽ കേരളത്തെ ഇകഴ്ത്തിക്കാട്ടുന്നതായ ഒരു സംഭവവുമില്ല. കേരളത്തിൽ നടന്ന പ്രത്യേക സംഭവമെന്നോ ചലച്ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ എങ്ങും പറഞ്ഞിട്ടുമില്ല. ശരിക്കും തിയേറ്ററിൽ പ്രദർശിപ്പിച്ച സിനിമ പുനഃസംപ്രേഷണം ചെയ്യുമ്പോൾ വിലക്കണമെന്ന് പറയുന്നത് അഭിപ്രായങ്ങളെ ഭയപ്പെടുന്നവരാണ്. ഇടതുപക്ഷത്തിന് ഗുണകരമാകുന്നത് മാത്രം പ്രദർശിപ്പിക്കണം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ കണ്ടുവരുന്ന നയമാണ്. കേരള സ്റ്റോറി വിചിത്രമായ ഒന്നും തന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇരകളുടെ യാഥാർത്ഥ ജീവിതകഥകൾ കാണിക്കുകയും ആരാലും സ്വാധീനിക്കപ്പെടുന്നതിന് മുമ്പ് അവബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഹിന്ദു പെൺകുട്ടികളെ മുസ്ലിം വൽക്കരിക്കുകയും അവരെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുകയും ചെയ്യുന്ന യാഥാർത്ഥ്യമാണ് സിനിമയിൽ. അതിന്റെ കണക്ക് അതൊരു സംസ്ഥാനത്തിന്റെയോ രാജ്യത്തിന്റെയോ വളർച്ചയ്ക്ക് ആരോഗ്യകരമല്ല എന്ന് വ്യക്തമാക്കുന്നു. വളരെ എളുപ്പത്തിൽ വ്യക്തികളിൽ വിശ്വാസം കാത്തു സൂക്ഷിക്കുകയും അവരുടെ തീരുമാനത്തിൽ കുടുംബത്തെ ഉൾപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന തലമുറയുടെ കണ്ണു തുറപ്പിക്കുന്നതാണ് ഈ സിനിമ. തീവ്രവാദ ഇസ്ലാമിക സംഘടനയായ IS അവരെ ഉൾപ്പെടുത്തുന്നതിന് കേരളത്തിലെ യുവതികളെ നിർബന്ധിച്ച് മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത സംഭവത്തിലാണ് കേരള സ്റ്റോറി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ചിത്രത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികൾക്കുമേലെ കേരള ഹൈക്കോടതി ഹർജിക്കാരോട് ചോദിച്ചത് ഇങ്ങനെയാണ്: സാങ്കല്പിക വിവരണമാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു സിനിമ എങ്ങനെയാണ് സമൂഹത്തിൽ വിഭാഗീയതയും സംഘർഷവും സൃഷ്ടിക്കുന്നത്? ഇത്തരം സംഘടനകളെ കുറിച്ച് നിരവധി സിനിമ ഇതിനകം വന്നിട്ടുണ്ട്. മുമ്പ് പല സിനിമകളിലും ഹിന്ദു സന്യാസിമാർക്കും ക്രിസ്ത്യൻ പുരോഹിതർക്കും എതിരെ പരമാർത്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫിഷന്റെ വഴിയിലാണോ ഇതെല്ലാം കണ്ടത്? ഇപ്പോൾ എന്താണ് ഇത്ര പ്രത്യേകത? ഈ സിനിമ എങ്ങനെയാണ് സമൂഹത്തിൽ വിഭാഗീയതയും സംഘർഷവും സൃഷ്ടിക്കുന്നത്? കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.